മുന്നിലായിട്ടും നിരവധി കല്ലറകളാണ്. നമുക്കതുകൊണ്ട് ഗേറ്റ് തൊട്ടടുത്തേക്ക് ചെന്ന് കാണാനൊന്നും സാധിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഗേറ്റ് സീൽ ചെയ്ത് പൂട്ടിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ മാതാപിതാക്കളോടൊപ്പം കുഞ്ഞുനാളുകളിൽ ദേവാലയ പ്രവേശനം നടത്തിയതും ഈ കവാടത്തിലൂടെയാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോടൊപ്പവും നിരവധി തവണ ദേവാലയ പ്രവേശനം നടത്തിയതും ഈ കവാടത്തിലൂടെ. മിശിഹായുടെ രണ്ടാം വരവിൽ ഈ ഗേറ്റ് തുറക്കപ്പെടുകയും മിശിഹ ഇതുവഴി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമെന്നും വിശ്വസിക്കുന്നു. മാത്രമല്ല, ബൈബിളിൽ നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. അതായത് യേശുവിൻ്റെ ദേവാലയ ശുദ്ധീകരണവും ക്രൂശിക്കപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് നടത്തിയ യേശുവിൻ്റെ രാജകീയമായ ദേവാലയ പ്രവേശനവുമെല്ലാം ഈ സ്ഥലത്ത് നടന്ന കാര്യങ്ങളാണ്. ശരിക്കും യഹൂദരെ സംബന്ധിച്ച്